എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മഹാനവമി ആശംസകൾ. ഇന്ന് മഹാനവമി ആയതുകൊണ്ട് തന്നെ 9 തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രസാദത്തിനായിട്ടും അതല്ലാതെ നിങ്ങൾക്ക് വെറുതെ കഴിക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു പ്രസാദം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 കപ്പ് അവിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിൽ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ വേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കാഷ്യൂനട്ട് ഇടാം. ഇനി ഒരു 2 ടീസ്പൂണോളം ഞാൻ എള്ളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറുത്തെള്ള് വേണ്ടവർക്ക് കറുത്തെള്ളിടാം. എനിക്ക് കറുത്തെള്ള് ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ട് വെളുത്തതാണ് ഇട്ടത്. ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായി മുരിച്ചെടുക്കാൻ അറിയില്ലേ, നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കിയെടുക്കാം. നമുക്കൊരു 5 മിനിറ്റിൽ താഴെ സമയമേ വേണ്ടി വരുള്ളൂ ഇതൊന്ന് ക്രിസ്പി ആക്കാനായിട്ട്. ഇപ്പം ഇതാ നമ്മുടെ ഏകദേശം ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് പാത്രം മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് ഞാനൊരു 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാൽ ഇതിനെ ഒന്ന് ആദ്യം പാവാക്കാം. ഇത് വലിയ പാത്രം ആയതുകൊണ്ട് അതിൻ്റെ പെട്ടെന്ന് എൻ്റെ വെള്ളം വറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്നിതാ എല്ലാം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനൊട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. ഇല്ല എങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഒരുപാട് കമ്പിപ്പരുവൊന്നും ആവണ്ട കേട്ടോ. നമുക്ക് കാണുമ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിയായി എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്കിതിനെ ആവാറായിട്ടുണ്ട്. ഇപ്പം കണ്ടോ, അതും നല്ലോണം പതഞ്ഞ് എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ കേടൊന്നുമില്ലാത്ത ശർക്കരയായിരുന്നു. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പം ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആക്കി വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള അവിലും ഓട്സും കൂടിയുള്ള കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വറുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഈ കൂട്ട് ഒട്ടും തന്നെ ഇതാവില്ല. ഇനി ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളായിട്ട് കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തത്, ഡേറ്റ്സിനെ കുരു കളഞ്ഞ് ജസ്റ്റ് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി കുറച്ച് റൈസിൻസും കൂടി, ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പഴവും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ഞാലിപ്പൂവിൻ്റെ ചെറിയൊരു പഴമാണ് പീസ് ചെയ്ത് തരുന്നത്. ഇനി കുറച്ച് തേങ്ങയും കൂടി, തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. തേങ്ങ കൊത്ത് വേണമെന്നുള്ളവർക്ക് അതും ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇതിന് മാത്രമല്ല, പ്രസാദമായിട്ട് മാത്രമല്ല, അതല്ലാത്ത സമയത്തും ഇത് കഴിക്കാൻ ഒരു 4 മണിയുടെ സമയത്ത് വേണമെങ്കിലും കഴിക്കാം. നല്ല ഹെൽത്തിയാണ്. ശർക്കര ഉപയോഗിച്ചുകൊണ്ട്, പഞ്ചസാരയല്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചുക്ക് പൊടിച്ചതാണ് ഇടുന്നത്. ഇതിന് പകരം ഏലക്കായ പൊടിച്ചതിട്ടാലും കുഴപ്പമില്ല. എനിക്ക് ആ ചുക്കിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇതിന് തോന്നി, അതുകൊണ്ട് ഇട്ടതാണ്. ഇനി അതും കൂടി മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 9 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഈ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയുമായിരിക്കും, ടേസ്റ്റിയുമായിരിക്കും. ഈ ക്രിസ്പിനെസ് കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാനവമി ആശംസകൾ. എല്ലാവരും നവമിക്ക് ഈ പ്രസാദം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.